ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ ആദിലയുടെ ഒരു പ്രകടനമൊക്കെ കണ്ടതാണല്ലോ. അതായത് ഒരു കള്ളിയങ്കാട്ട് നീലിയെ പോലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ ആദിലയെ ബിഗ് ബോസ് വീടിനകത്ത് ഇത് നമ്മുടെ ചിലപ്പോൾ ആദിലയും മനുഷ്യൻ തമ്മിലുള്ള ഗെയിം ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതായത് ആദിലയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെയാണ് കിടന്നുറങ്ങാൻ പോയത്. കഴിഞ്ഞ ആഴ്ച മസ്താനി പാത്രം കഴുകിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഒക്കെ അവിടെ ഉണ്ടായതാണ്. ഇവിടെ വെസൽ ടീമിലുള്ള ആദില പാത്രം കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അനീഷാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അനീഷ് അത്യാവശ്യം ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അനീഷിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് തൻ്റെ ടീമിലുള്ളവർ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുക എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോഴിവിടെ ഈഗോ എന്നൊരു സാധനം അത് എടുത്തു മാറ്റണം. റിയൽ ലൈഫിൽ അത്യാവശ്യം ഈഗോ ഒക്കെ ഉണ്ടാകും, ശരിയാണ്. പക്ഷേ ഇവിടെ അത് വേണ്ട. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് സർവൈവ് ചെയ്തിട്ട് പോകുന്ന ഒരു ഗെയിമാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദിലയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക തന്നെ വേണം. വെസൽ ടീം ക്യാപ്റ്റനെ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് ചെയ്യാൻ പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതനുസരിക്കുക. അല്ലാതെ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടത് നമ്മുടെ വീടല്ലല്ലോ. ഈ ഒരു കാര്യത്തിൽ നൂറ പോലും സത്യം പറഞ്ഞാൽ നമ്മുടെ ആദിലയുടെ അടുത്ത് കൊടുക്കിയിട്ടുണ്ട്. ആദില കുറച്ച് ഓവറായിരുന്നു. ആദില പോയി കിടന്നുറങ്ങി. ആ സമയം ആരെങ്കിലും വന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരും. എന്നാലും അതിനൊരു ലിമിറ്റൊക്കെ ഇല്ലേ. അത് നമ്മുടെ നൂറയും അനുമോളൊക്കെ ആദിലയുടെ അടുത്ത് പോയിട്ട് വെസൽ കഴുകാൻ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആദില അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ നൂറയും അതേപോലെ അനുമോളൊക്കെ പോയിട്ട് അനീഷിനെ വിളിക്കുന്നത്. സത്യത്തിൽ വേണ്ടായിരുന്നു. അവർ ഉറങ്ങിക്കിടന്ന അനീഷിനെ വിളിച്ച് അനീഷെ ആദിലയെ വന്ന് വിളിച്ച് ആദില പാത്രം കഴുകാൻ പറ്റില്ലെന്ന് പറയുന്നു. അങ്ങനെ അതിനെപ്പറ്റി അവിടെ ചെറിയൊരു അത്യാവശ്യം നല്ലൊരു വാക്ക് തർക്കം തന്നെ അനീഷും ആദിലയും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അനീഷാണെങ്കിൽ അത് കഴുകിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉറച്ചു നിൽക്കുവാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വാക്ക് തർക്കം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഇവിടെ സത്യത്തിൽ ആദില മനസ്സിലാക്കണമായിരുന്നു. കാരണം വെസൽ ടീം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ക്യാപ്റ്റനെയാണ് എല്ലാവരും കുറ്റം പറയുക. പ്രത്യേകിച്ച് അനീഷ് ആയതുകൊണ്ട് തന്നെ അനീഷിനെ വിട്ടിട്ട് കൊത്തി വലിക്കാൻ പോലും അവിടെയുള്ള ആൾക്കാർ മടിക്കത്തില്ല കേട്ടോ.